I'm very happy to be with all the young brothers and sisters. ചെറുപ്പക്കാരായിട്ടുള്ള സൗരിസാർമാരുടെ കൂടെ ആയിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. Thousands and thousands of young people, you know how they spend their time. ആയിരക്കണക്കിന് ചെറുപ്പക്കാർ അവരുടെ സമയം എങ്ങനെയാണ് ചെലവഴിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? But God has given elders, senior brothers who have arranged 3 days camp like this so that you can spend in the presence of God and hear what He would like to speak to you. എന്നാൽ ദൈവം മൂപ്പന്മാരെയും മുതിർന്ന സഹോദരന്മാരെയും ഇങ്ങനെ ഒരു 3 ദിവസത്തെ ക്യാമ്പ് ക്രമീകരിക്കുവാനായിട്ട് ഇടയാക്കി. അങ്ങനെ നിങ്ങൾക്ക് ദൈവവചനം കേൾക്കുവാനായിട്ടുള്ള അവസരമുണ്ട്. So on every one of your behalf, I am deeply thankful for the organizers of My Youth for Christ Youth Conference. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നും ഞാൻ ഇതിൻ്റെ ഈ എൻ്റെ യൗവനം ക്രിസ്തുവിന് എന്ന് ആ തലക്കെട്ടിലുള്ള യൂത്ത് ക്യാമ്പിൻ്റെ അത് സംഘാടകർക്ക് വേണ്ടി ഞാൻ നന്ദിയുള്ളവനാണ്. You will never regret for giving your youth to God in eternity. നിങ്ങൾ ദൈവത്തിന് നിങ്ങളുടെ യൗവനം നൽകുന്നത് കുറിച്ച് നിങ്ങൾ ഒരിക്കലും നിത്യതയിൽ ദുഃഖിക്കുകയില്ല. Instead, there will be great joy and deep gratefulness for God taking you in your youth time. അതിന് പകരം വളരെയധികം സന്തോഷവും ദൈവത്തോട് ആഴമായ നന്ദിയുമായിരിക്കും നിങ്ങളെ യൗവനകാലത്ത് ഈ കാര്യത്തിലേക്ക് വിളിച്ചതിന്. Yeah. So, I was thinking about 3 areas. ഞാൻ 3 മേഖലകളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. You know, Red Sea and River Jordan. നിങ്ങൾക്ക് ചെങ്കടലും യോർദാൻ നദിയും അറിയാമോ? Just bring it before your mind. അത് നിങ്ങളുടെ മനസ്സിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക. These 2, one sea and one river, divides people into 3 categories. ഈ 2 കാര്യങ്ങൾ, ഒരു കടലും ഒരു നദിയും ആളുകളെ 3 മേഖലകളായിട്ട് വിഭജിക്കുന്നു. Or we can say 3 phases. അല്ലെങ്കിൽ 3 ഘട്ടങ്ങൾ എന്ന് പറയാൻ പറ്റും. One, before Red Sea is Egypt. ഒന്നാമത്തേത് ചെങ്കടലിന് മുമ്പുള്ളത് അത് ഈജിപ്റ്റാണ്. The people of Israel were living in Egypt. ഇസ്രായേലിയ ജനങ്ങൾ അവർ മിസ്രൈമിലായിരുന്നു ജീവിച്ചിരുന്നത്. Yeah. And in between Red Sea and Jordan, the people of Israel were living in the wilderness. യോർദാനും ചെങ്കടലിനും ഇടയ്ക്കുള്ള ആ സമയത്ത് ഇസ്രായേലിയ ജനങ്ങൾ അവർ മരുഭൂമിയിലായിരുന്നു വസിച്ചിരുന്നത്. And beyond Jordan, people were living in the promised land, Canaan. യോർദാൻ അക്കരെ ആളുകൾ കനാൻ എന്ന് പറഞ്ഞ വാഗ്ദത്ത ഭൂമിയിലാണ് ജീവിച്ചിരുന്നത്. Yeah. And in Egypt, what was the situation of the people of Israel? ഈജിപ്തിൽ ഇസ്രായേലിയ ജനങ്ങളുടെ സാഹചര്യം എങ്ങനെയായിരുന്നു? There was no worship. അവിടെ ആരാധന ഉണ്ടായിരുന്നില്ല. Yeah. There was no law or the word of God. അവിടെ പ്രമാണങ്ങളോ ദൈവവചനമോ ഇല്ലായിരുന്നു. They could not hear the word of God. അവർക്ക് ദൈവവചനം കേൾക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. I was reading a verse from Exodus chapter 6. ഞാൻ പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുകയായിരുന്നു. And verse 9. 9-ാം വാക്യം. Exodus chapter 6 and verse 9. പുറപ്പാട് 6-ന്റെ 9-ാം വാക്യം. Very severe workload was very heavy. വളരെ കഠിനമായിട്ടുള്ള ജോലിയായിരുന്നു. അവരുടെ ജോലി വളരെ ഭാരമേറിയതായിരുന്നു. And what was the effect of the over burden of the work? ഭാരത്തിൻ്റെ ആധിക്യം കൊണ്ട് അതിൻ്റെ ഫലമായിട്ട് എന്താണ് ഉണ്ടായത്? Yeah. In one version of the Bible it says despondency. ഒരു ബൈബിളിൻ്റെ ഒരു തർജ്ജമയിൽ അതിനെക്കുറിച്ച് പറയുന്നത് NASB മനോവ്യസനം എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. The actual meaning is that they were so much discouraged.
അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം വളരെ നിരുത്സാഹപ്പെട്ടിരുന്നു They എന്നായിരുന്നു. were so much fed up, അവര് വളരെ നിരാശപ്പെട്ടു പോയിരുന്നു. so much of a burden in their mind and heart, അവരുടെ മനസ്സിലും ഹൃദയത്തിലും വളരെയധികം ഭാരമുണ്ടായിരുന്നു. because they overworked and overworked. കാരണം അവര് അധികമായിട്ട് ജോലി ചെയ്തിരുന്നു. And what's the result? അതിൻ്റെ ഫലം എന്താണ്? Moses was speaking, but they did not listen. മോശ സംസാരിക്കുന്നുണ്ടായിരുന്നു, എന്നാൽ അവർക്കത് കേൾക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. Yeah, even now we find lot of young people, they don't have time to hear the word of God. ഇപ്പോഴും നാം വളരെയധികം ചെറുപ്പക്കാര് അവർക്ക് ദൈവവചനത്തിന് വേണ്ടിയുള്ള സമയം ഇല്ല. Because they want to go up and up in their career. കാരണം അവർക്ക് അവരുടെ ജോലിയിൽ ഉയർന്നു പോകാനായിട്ടാണ് And ആഗ്രഹം. always working. എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. And when their boss sees them that they do good work, they give more work. അവരുടെ ജോലിയിലെ മേലുദ്യോഗസ്ഥൻ അവർ നന്നായിട്ട് ജോലി ചെയ്യുന്നുവെന്ന് കാണുമ്പോൾ അധികം ജോലി അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. I know some of the young people in our church also. നമ്മുടെ സഭയിലുള്ള ചില ചെറുപ്പക്കാരെയും എനിക്കറിയാം. Yeah, 7:30 they start. 7:30 മണിക്ക് അവർ തുടങ്ങുന്നു. And they come back at 9 o'clock. 9 മണിക്ക് അവർ തിരിച്ചു വരുന്നു. Quick dinner. പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്നു. And then they start working. അതിനുശേഷം വീണ്ടും അവർ ജോലി ചെയ്യാൻ തുടങ്ങുന്നു. It goes up to 2 o'clock. അത് 2 മണി വരെ പോകുന്നു. 2 a.m. വെളുപ്പിനെ 2 മണി. Then sleep for few hours. അതിനുശേഷം ചില മണിക്കൂറുകൾ ഉറങ്ങുന്നു. No fellowship with the family members. കുടുംബാംഗങ്ങളുമായിട്ട് കൂട്ടായ്മയില്ല. No time to open the Bible and read God's word. ദൈവവചനം തുറന്ന് വായിക്കുവാനായിട്ടുള്ള സമയമില്ല. Even Sundays they are expected to go and work. ഞായറാഴ്ചകളിൽ പോലും അവർ പോയി ജോലി ചെയ്യുന്നതിന് പ്രതീക്ഷിക്കുന്നു. It is the scheme of the devil to prevent people from listening to God. ഇത് പിശാചിന്റെ തന്ത്രമാണ് ആളുകൾ ദൈവത്തെ കേൾക്കുന്നതിന് തടയാൻ വേണ്ടി. That was the situation in the land of Egypt. ഇത് ഈജിപ്തിലെ സാഹചര്യം ഇങ്ങനെയായിരുന്നു. People didn't have time to listen to Moses. ആളുകൾക്ക് മോശയെ ശ്രവിക്കുവാനായിട്ട് സമയമില്ലായിരുന്നു. And there was no law there, no word of God. അവിടെ ദൈവവചനമോ പ്രമാണങ്ങളോ ഇല്ലായിരുന്നു. And we read many verses in the Bible that there was no worship. നാം ബൈബിളിൽ പല വാക്യങ്ങൾ വായിക്കുന്നുണ്ട് അവിടെ ആരാധന ഇല്ലായിരുന്നു എന്ന് കാണിക്കുന്നു. When God asked Moses to go and speak to Pharaoh, ദൈവം മോശയോട് ഫറവോനോട് സംസാരിക്കുവാൻ പറഞ്ഞപ്പോൾ, you read Exodus chapter 7 and verse 17. നാം പുറപ്പാട് 7:17 വാക്യത്തിൽ വായിക്കുന്നു. Exodus 7 and verse 17. പുറപ്പാട് 7:17. ഞാൻ യഹോവ എന്ന് ഇതിനാൽ അറിയും എന്നിങ്ങനെ യഹോവ കൽപ്പിക്കുന്നു. ഇതാ എൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ഞാൻ നദിയിലെ വെള്ളത്തിൽ 5:17. 5:17 ക്ഷമിക്കണം. You want to go and sacrifice because you are all lazy. അതിനവൻ മടിയന്മാരാകുന്നു, നിങ്ങൾ മടിയന്മാർ, അതുകൊണ്ട് ഞങ്ങൾ പോയി യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ. So they wanted to go and sacrifice to God. അവര് പോയി ദൈവത്തിന് യാഗം കഴിക്കണം. Because there was no sacrifice in Egypt. കാരണം മിസ്രയീമിൽ യാഗങ്ങളൊന്നുമില്ലായിരുന്നു. Read 8th chapter, 1st verse. 8ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം വായിക്കുക. God told Moses, ദൈവം മോശയോട് പറഞ്ഞു, go to Pharaoh and tell, please allow our people so that we can go and worship. ഒന്നാമത്തെ വാക്യം, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക. Again we read in chapter 10 and verse 7. വീണ്ടും 10ാം അധ്യായത്തിന്റെ 7ാം വാക്യത്തിൽ വായിക്കുന്നു, please allow these people to go so that they can go and worship. ഈ മനുഷ്യരുടെ തങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിക്കേണ്ടതിന് വിട്ടയക്കണം. So you see one purpose of God in delivering the people of Israel from the land of Egypt. നാം ഇവിടെ ദൈവത്തിൻ്റെ ഒരു പദ്ധതി കാണുന്നു, ആളുകളെ മിസ്രയീമിൽ നിന്നും അവരെ വിടുവിച്ചു കൊണ്ടുവരുന്നതിനുള്ള. Only one purpose. ഒരേ ഒരു ലക്ഷ്യം, that they should worship God. അവര് ദൈവത്തെ ആരാധിക്കണം. Inside the land of Egypt, inside the slavery land, you can't worship God. അടിമത്തത്തിന്റെ ദേശത്ത്, ഈജിപ്ത് ദേശത്ത് അവർക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. You can't worship two masters. You can't serve two masters. നിങ്ങൾക്ക് 2 യജമാനന്മാരെ സേവിക്കുവാൻ കഴിയുകയില്ല, 2 യജമാനന്മാരെ ആരാധിക്കുവാൻ കഴിയുകയില്ല. And in Egypt they were all slaves and their masters were Egyptians. ഈജിപ്തിൽ
അവരെല്ലാവരും അടിമകളായിരുന്നു. അവരുടെ യജമാനന്മാർ ഈജിപ്തിയരായിരുന്നു. So they could not worship God. അവർക്ക് അവിടെ ദൈവത്തെ ആരാധിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. Wherever there is bondage, you cannot worship God. എവിടെയൊക്കെ ബന്ധനമുണ്ടോ നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുകയില്ല. So freedom God promises so that you can worship God. ദൈവം സ്വാതന്ത്ര്യത്തെ വാഗ്ദാനം ചെയ്യുന്നു നിങ്ങൾ ദൈവത്തെ ആരാധിക്കേണ്ടതിന്. And as long as they were in Egypt, there was no Ark of Covenant. അവർ ഈജിപ്തിലായിരുന്ന സമയത്ത് ആ സമാഗമന കൂടാരം ഉണ്ടായിരുന്നില്ല. It is only when they left Egypt, God showed the model of the Ark of Covenant and they made it. അവർ ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടതിന് ശേഷമാണ് നിയമപെട്ടകം ആർക്ക് ഓഫ് കവനന്റ് അത് ഉണ്ടാക്കിയത്. So we find that people in Egypt, they were craving for deliverance. ഈജിപ്തിൽ ആളുകൾ വിടുതലിന് വേണ്ടി വാഞ്ചിക്കുകയായിരുന്നു. We don't want this bondage. Lord, deliver us. ഈ ബന്ധനം ഞങ്ങൾക്ക് വേണ്ട കർത്താവേ, ഞങ്ങളെ വിടുവിക്കണമേ. We want to go out and worship you. ഞങ്ങൾക്ക് പുറത്തു പോയി അങ്ങേ ആരാധിക്കണം. This is one phase of life. ഇത് ജീവിതത്തിന്റെ ഒരു ഘട്ടമാണ്. If anybody is here who is still under the bondage of sin and under the bondage of darkness, under the bondage of this world, God calls you for deliverance. ഇവിടെ ആരെങ്കിലും പാപത്തിൻ്റെ അടിമത്തത്തിൽ ആയിരിക്കുന്നു, നിങ്ങൾ എന്തിൻ്റെയും അടിമത്തത്തിലായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. That is, you have your master as sin. അവിടെ നിങ്ങളുടെ യജമാനൻ പാപം ആയിരിക്കുന്നു. Your master is not God. ദൈവമല്ല നിങ്ങളുടെ യജമാനൻ. Are you living in such a situation? അങ്ങനെ ഒരു സാഹചര്യത്തിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? You want to please and please and please all the lust and your master is the sin. നിങ്ങൾ നിങ്ങളുടെ മോഹങ്ങളെ പ്രീതിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ യജമാനൻ പാപമാണ്. There is no freedom. അവിടെ നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യമില്ല. Like the people of Israel, they were crying for freedom. Is there a cry in your heart? ഇസ്രായേലിലെ ആളുകളെ പോലെ അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ കരയുകയായിരുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു കരച്ചിലുണ്ടോ? In Exodus we read, God heard their cry. പുറപ്പാടിൽ അവരുടെ കരച്ചിൽ ദൈവം കേട്ടു എന്ന് നാം വായിക്കുന്നു. God heard their groanings. അവരുടെ ഞരക്കങ്ങൾ ദൈവം കേട്ടു. That we read in Exodus 2:23. പുറപ്പാട് 2:23 അവിടെ നമ്മൾ വായിക്കുന്നു. The yearning, the groaning, the cry indicates that you want deliverance really. നെടുവീർപ്പിട്ട് നിലവിളിക്കുന്നത് അത് സൂചിപ്പിക്കുന്നത് അവർക്ക് അതിൽ നിന്നും വിടുതൽ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. So this is one phase of life. ഇത് ജീവിതത്തിന്റെ ഒരു ഘട്ടമാണ്. But I hope all of you have come out of Egypt, the world, the sin and the devil. You have come out of it. എന്നാൽ ഞാൻ ചിന്തിക്കുന്നത് നിങ്ങളെല്ലാവരും പാപത്തിൽ നിന്നും പിശാചിൻ്റെ പിടിയിൽ നിന്നും ലോകത്തിൻ്റെ തലത്തിൽ നിന്നും എല്ലാം പുറത്ത് വന്നെന്ന് ഞാൻ ചിന്തിക്കുന്നു. If you are under this bondage, you pray that God would deliver and you please get delivered from the bondage of darkness. നിങ്ങൾ ഇപ്പോഴും അതിൽ ആ ബന്ധനത്തിലായിരിക്കുന്നുവെങ്കിൽ ദയവായി ദൈവത്തോട് പ്രാർത്ഥിച്ച് അതിൽ നിന്നും പുറത്തു വരിക ആ ഇരുട്ടിൻ്റെ ബന്ധനത്തിൽ നിന്നും. Cry out to God. ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കുക. Lord, I am not satisfied with this life. കർത്താവേ, ഈ ജീവിതം കൊണ്ട് എനിക്ക് തൃപ്തി ഇല്ല. I want you as to be my master. എനിക്ക് എൻ്റെ യജമാനായിട്ട് അങ്ങ് വേണം. Now sin is controlling me, Lord. ഇപ്പോൾ പാപമാണ് എന്നെ നിയന്ത്രിക്കുന്നത് കർത്താവേ. I am under the devil's clutches, Lord. ഞാൻ പിശാചിന്റെ പിടിയിലാണ് കർത്താവേ. I am under the grip of this world, Lord. ഞാൻ ഈ ലോകത്തിന്റെ കൈപ്പിടിയിലാണ് കർത്താവേ. Deliver me, O Father. അതിൽ നിന്ന് എന്നെ വിടുവിക്കണമേ പിതാവേ. You can be delivered by the precious blood of Christ. ക്രിസ്തുവിന്റെ വിലയേറിയ രക്തം കൊണ്ട് നിങ്ങൾക്ക് വീണ്ടെടുക്കപ്പെടുവാൻ കഴിയും. Like the people of Israel were delivered by the Paschal lamb, the blood of the Passover lamb, you can be delivered. ഇസ്രായേലിലെ ജനങ്ങൾ അവര് പെസഹ കുഞ്ഞാടിന്റെ രക്തത്തിലൂടെ അവര് വിടുവിക്കപ്പെട്ടതുകൊണ്ട് പോലെ നിങ്ങൾക്കും വീണ്ടെടുക്കപ്പെടുവാൻ കഴിയും. The second phase of life, രണ്ടാമത്തെ ഘട്ടം ജീവിതത്തിന്റെ, is in between the Red Sea and Jordan. അത് ചെങ്കടലിനും യോർദാനും നടുവിലുള്ള, that's called wilderness life. അത് മരുഭൂമിയിലെ ജീവിതമാണ്. And this wilderness, we can divide the people into two groups. ഈ മരുഭൂമിയിൽ ആളുകളെ രണ്ട് തരമായിട്ട് വിഭജിക്കാം. One is I call as 20+ group.
ഒന്നാമത്തേത് ഞാൻ പറയുന്നത് 20-ന് മുകളിലുള്ള ഒരു കൂട്ടമാണ്. That is all those people who were 20 and above when they left Egypt, when they crossed Red Sea. അത് കാണിക്കുന്നത് അവർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടൽ കടന്ന ഇതിൽ കൂട്ടത്തിലുള്ള 20 വയസ്സിന് മുകളിലുള്ള എല്ലാവരും. Yeah, those who have crossed their teenage. അവരുടെ ടീനേജ് പ്രായം കഴിഞ്ഞവർ. Yeah, and the second group I call it as 20 minus. രണ്ടാമത്തെ കൂട്ടത്തെ 20-ന് താഴെ എന്ന് ഞാൻ വിളിക്കുന്നു. 20 minus 1, 19. 20-ൽ നിന്നും 1 കുറച്ചാൽ 19. Yeah, 20 minus 3, 17. 20-ൽ നിന്ന് 3 കുറച്ചാൽ 17. Like that you put some reasonable numbers. അങ്ങനെ ചില നല്ല അക്കങ്ങൾ കുറയ്ക്കുക. Then you understand how many people are, what kind of people are there. അങ്ങനെ വരുമ്പോൾ എങ്ങനെയുള്ള ആളുകളാണ് ആ കൂട്ടത്തിലുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. Some were babies. ചിലവരൊക്കെ വളരെ ശിശുക്കളായിരിക്കുന്നു. 1 year, 2 year. 1-2 വയസ്സുള്ളവർ. Some were KG children. ചിലരൊക്കെ നഴ്സറിയിൽ പഠിക്കുന്നവരായിരുന്നു. 2nd standard, 3rd standard. 2ാം ക്ലാസ് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ. And 5th, 6th. 5, 6. And like that, imagine up to 19 years. അങ്ങനെ അത് മുതൽ 19 വയസ്സ് വരെ. So this is one group. ഇത് ഒരു കൂട്ടമാണ്. Yeah, like most of us. നിങ്ങൾ മിക്കവാറും ഉള്ളവരെ പോലെ. Some of you may be 20 plus, but you can imagine you are in the 20 minus. നിങ്ങൾ ചിലരൊക്കെ 20-ന് മുകളിലായിരിക്കാം, എന്നാൽ നിങ്ങൾക്കും സങ്കല്പിക്കുക നിങ്ങൾ 20-ൽ താഴെയാണെന്ന്. Or we can say youth and others. അല്ലെങ്കിൽ പറയാം ചെറുപ്പക്കാരും മറ്റുള്ളവരും. Yeah. What is their state in the wilderness? മരുഭൂമിയിലുള്ള അവരുടെ അവസ്ഥ എന്തായിരുന്നു? Yeah. St. Paul is explaining their state in 1 Corinthians chapter 10. പൗലോസ് അദ്ദേഹം 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ അവരുടെ അവസ്ഥയെ വിവരിക്കുന്നുണ്ട്. They were all baptized in the Red Sea. അവരെല്ലാം ചെങ്കടലിൽ സ്നാനം ഏറ്റവരാണ്. Equal to the baptism in Christ we take. അതിനെ നാം എടുക്കുന്ന ക്രിസ്തുവിൻ്റെ ആ സ്നാനത്തോട് സാദൃശ്യപ്പെടുത്താം. We are baptized in Christ when we accept Christ. നാം ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിൽ സ്നാനപ്പെടുന്നവരാണ്. So they were baptized in Moses. അവര് മോശയിൽ സ്നാനപ്പെട്ടവരാണ്. And they were all taking part in the Lord's table. We read in 3rd and 4th verses. 3ഉം 4ഉം വാക്യങ്ങൾ പറയുന്നു അവര് ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. Like membership in a church. അവര് ഒരു സഭയിലെ അംഗത്വം പോലെ കർത്തൃമേശ എടുക്കുന്നവരായിരുന്നു. Taking part in the Lord's table. കർത്തൃമേശയിൽ പങ്കുകാരായിരുന്നവരായിരുന്നു. But what is the certificate God is giving? എന്നാൽ അവിടെ ദൈവം നൽകുന്ന സർട്ടിഫിക്കറ്റ് എന്താണ്? 5th verse. 5-ാം വാക്യം. Most of the people God was not pleased. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. Did you ask any question why God was not pleased? നിങ്ങൾ ഏതെങ്കിലും ചോദ്യം ചോദിച്ചോ ദൈവം എന്തുകൊണ്ടാണ് പ്രസാദിക്കാതിരുന്നതെന്ന്? Even when God was not pleased, He provided them food, manna. He provided them good shirt, good pant and shoes. അവരിൽ ദൈവം പ്രസാദിച്ചില്ലെങ്കിലും അവർക്ക് നല്ല ഭക്ഷണം നൽകിയിരുന്നു, മന്ന, നല്ല വസ്ത്രങ്ങൾ, നല്ല ചെരുപ്പുകൾ എല്ലാം നൽകിയിരുന്നു. Yeah, one brother is meeting another brother. ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ കാണുകയാണ്. The shirt is very nice. സഹോദര, ഈ ഷർട്ട് വളരെ മനോഹരമായിരിക്കുന്നല്ലോ. In this desert, where did you find this shop? Please tell me, I will also go and buy. ഈ മരുഭൂമിയിൽ ഏത് കടയാണ് നീ കണ്ടത്? ഞാൻ അവിടെ പോയി വാങ്ങാം. He says, 20 years back I was wearing in Egypt. അദ്ദേഹം പറയും 20 വർഷം മുമ്പ് ഞാൻ ഈജിപ്തിൽ ഇത് ആണ് ധരിച്ചുകൊണ്ടിരുന്നത്. Oh, it's a miracle. ഇതൊരു അത്ഭുതമാണ്. It looks very new. അത് വളരെ പുതിയതായിട്ട് തോന്നുന്നു. It looks like a branded shirt. അത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഷർട്ട് പോലെ തോന്നുന്നു. That is God's miracle. അതാണ് ദൈവത്തിന്റെ അത്ഭുതം. Another couple, another friends, pair of friends are speaking. മറ്റൊരു സുഹൃത്തുക്കൾ തമ്മിൽ, Where did you buy this shoe? നീ എവിടുന്നാണ് ഈ ഷൂ വാങ്ങിച്ചത്? Where is that shop? I also want to buy. ഏത് കടയിൽ നിന്നാണ്? എനിക്കും പോയി വാങ്ങണം. No, same old shoe. 30 years before I was wearing in Egypt. ഇത് 30 വർഷം മുമ്പ് ഞാൻ ഈജിപ്തിൽ ധരിച്ച അതേ ഷൂ തന്നെയാണ്. Oh, looks very new. ഇത് വളരെ പുതിയതായിട്ട് തോന്നുന്നല്ലോ. See, it's not for 1 or 2 people. ഇത് 1-2 ആളുകൾക്ക് വേണ്ടിയല്ല. Lakhs and lakhs of people. ലക്ഷക്കണക്കിന് ആളുകൾ. The shoes were transforming every day. അവരുടെ ഷൂകൾ രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ ദിവസവും getting transformed. അവരുടെ ഷർട്ടുകൾ രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. Yeah, pant, saree, chudidar, whatever you call, they are getting transformed every day. പാന്റ്, സാരി, ചുരിദാർ, നമ്മൾ എന്താണല്ലോ അവരുടെ വസ്ത്രങ്ങൾ രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് except their mind. അവരുടെ മനസ്സൊഴികെ. 7, 8, 9, 10, 4 verses. പൗലോസ് അത് തുടർന്നുള്ള വാക്യങ്ങളിൽ പറയുന്നത് 7, 8, 9, 10 4 വാക്യങ്ങളിൽ. What is the condition of this 20 plus group? ഈ 20-ന് മുകളിലുള്ള ഈ കൂട്ടത്തിന്റെ അവസ്ഥ എന്താണ്? They were, you can remember the words IFP.
നിങ്ങൾക്ക് 4 അക്ഷരങ്ങൾ അത് ഓർത്തിരിക്കാൻ കഴിയും. IFTG. Yeah, you're all familiar. IFT. IFT എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. Add G. അതിൻ്റെ കൂടെ ജിയും കൂടെ ചേർക്കുക. That's the problem of these people. ഇതായിരുന്നു ഈ ആളുകളുടെ പ്രശ്നം. Idolatry. അത് ഒന്നാമത്തത് വിഗ്രഹാരാധന. Yeah. Even 1 John, last verse, Apostle John is telling the believers, flee from idolatry. യോഹന്നാൻ അവസാന വാക്യത്തിൽ പറയുന്നത് വിശ്വാസികളോട് നിങ്ങൾ വിഗ്രഹാരാധന വിട്ട് ഓടുവിൻ എന്നാണ്. Yeah, that means anything we consider more important than God can be your idol. അതിൻ്റെ അർത്ഥം നാം ദൈവത്തെക്കാൾ അധികമായിട്ട് ദൈവത്തെക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് എന്ത് ചിന്തിച്ചാലും എന്തിനെക്കുറിച്ച് ചിന്തിച്ചാലും അത് നിങ്ങളുടെ വിഗ്രഹമാണ്. Maybe some relationship. അതൊരു ബന്ധമായിരിക്കാം. Or it may be your job or studies. അത് ഒരുപക്ഷെ ജോലിയോ പഠനമോ ആയിരിക്കാം. Before that, God is nothing. അതിൻ്റെ മുമ്പിൽ ദൈവം ഒന്നുമല്ലായിരിക്കും. Before your job, God is small. നിങ്ങളുടെ ജോലിയുടെ മുമ്പിൽ ദൈവം ഒന്നുമല്ലാതായിരിക്കുന്നു. Before your ambition, God is small. നിങ്ങളുടെ അംബിഷൻ, നിങ്ങളുടെ ആ ആഗ്രഹത്തിൻ്റെ മുമ്പിൽ ദൈവം ഒന്നുമല്ലാതായിരിക്കുന്നു. Yeah. Before you love somebody, before that person, God is nothing. നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ ദൈവത്തോടുള്ള സ്നേഹം ഒന്നുമല്ലാതെ. Or the word of God, I don't care. അല്ലെങ്കിൽ ദൈവവചനം അതും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. That is a condition of this 20+ group in the wilderness. ഇതാണ് 20 മേളിലുള്ള ആ കൂട്ടത്തിന്റെ മരുഭൂമിയിലെ അവസ്ഥ. Idol, വിഗ്രഹം, fornication, വ്യഭിചാരം. Yeah, it is very, very, very prevalent nowadays. അത് ഈ കാലഘട്ടത്തിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. We have to be very, very careful of the spirit of adultery or spirit of sexual sin or immorality. നിങ്ങൾ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. വ്യഭിചാരത്തിൻ്റെയും ലൈംഗിക പാപത്തിൻ്റെയും ദുർനടപ്പിൻ്റെയും ഒക്കെ ആത്മാവിനെതിരെ. In the schools, in the colleges, it's very, very prevalent. സ്കൂളുകളിലും കോളേജുകളിലും അത് വളരെ വ്യാപകമാണ്. Yesterday I finished my class around 6:30 or 7. ഇന്നലെ ഞാൻ 6:30 മണിയോടുകൂടി എൻ്റെ ക്ലാസ് തീർന്നു. And I was walking. ഞാൻ നടന്നു പോവുകയായിരുന്നു. I praised God. ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് പോയത്. Very short distance. വളരെ ചെറിയ ഒരു ദൂരത്തിൽ. Do you know what's the reason? എന്താണ് കാരണം എന്നറിയാമോ? Boy and boy, girl and girl. No pair like boy and girl were coming. ആണും ആണും പെണ്ണും പെണ്ണും അങ്ങനെയായിരുന്നു അവർ. ആണും പെണ്ണും ഒരുമിച്ചുള്ള പെയർ ആയിരുന്നില്ല അവർ വന്നുകൊണ്ടിരുന്നപ്പോൾ. It was a surprise. അത് ഒരു അത്ഭുതമായിരുന്നു. In any university campus, if you see a boy and boy, it is a surprise. ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഒരു ആണും നടക്കുന്നത് അത് വളരെ ആശ്ചര്യം തോന്നുന്ന ഒരു കാര്യമാണ്. Girl and girl. അല്ലെങ്കിൽ പെൺകുട്ടികൾ 2 പേർ. As I was praising God, ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ suddenly one boy and girl holding hand and walking. പെട്ടെന്ന് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നത് കണ്ടു. What to do? എന്ത് ചെയ്യാം? Lord, I pray for them. ദൈവമേ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. Somehow, Lord, let them hear the word of God. എങ്ങനെയെങ്കിലും അവർ ദൈവത്തിന്റെ വചനം കേൾക്കണം. When they are browsing, when they are seeing YouTube, somehow, Lord, let them hear some message or word of God. അവര് യൂട്യൂബ് കാണുമ്പോഴോ അവർ ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യുമ്പോഴോ എങ്ങനെയെങ്കിലും ദൈവവചനം കാണണം. Like that I pray. അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. Otherwise, the moral standard is going down and down and down and down. അല്ലെങ്കിൽ ഈ ധാർമ്മിക നിലവാരം താഴ്ന്നു പോവുകയാണ്. And they were testing God. അവർ ദൈവത്തെ പരീക്ഷിക്കുകയായിരുന്നു. Testing God. ദൈവത്തെ പരീക്ഷിക്കുകയായിരുന്നു. You tell a small boy. നിങ്ങൾ Parents are telling. മാതാപിതാക്കൾ ഒരു കുഞ്ഞു കുട്ടിയോട് പറയുന്നു, don't go near the wire. ഈ വയറിന്റെ അടുത്തേക്ക് പോകരുതെന്ന്. You will get a shock. നിനക്ക് കറണ്ട് അടിക്കും. Or it may fall down and you may get hurt. അല്ലെങ്കിൽ അത് നിന്റെ ദേഹത്തേക്ക് വീണ് നിനക്ക് പരിക്ക് ഏൽക്കാം. The child understood. കുട്ടിക്ക് അത് മനസ്സിലാവുന്നുണ്ട്. Then you see what the child is doing. അതിനുശേഷം പതിയെ നടന്ന് അതിന്റെ പുറകോട്ട് നോക്കിക്കൊണ്ട് പോകുന്നു. Every 2 steps, 3 steps, whether mother or mommy or daddy, are they shouting or scolding? 2-3 അടികൾ വെച്ചിട്ട് പുറകോട്ട് നോക്കും, മമ്മിയോ ഡാഡിയോ വഴക്ക് പറയുന്നുണ്ടോ എന്ന്. No scolding, no shouting means another 2 steps. അവർ ശ്രദ്ധിക്കുന്നില്ല, വഴക്ക് പറയുന്നില്ല എങ്കിൽ വീണ്ടും 2 പടി മുമ്പോട്ട്. Another 2 steps.
വീണ്ടും 2 പടി മുമ്പോട്ട്. Testing their parents. അവരുടെ മാതാപിതാക്കളെ പരീക്ഷിക്കുന്നു. Yeah, already some instructions are given. അവർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. Now I want to transgress. I don't want to obey that. അതിനെ I want to go against it. അതിനെ എനിക്ക് അനുസരിക്കേണ്ട, അതിൻ്റെ എതിരെ എനിക്ക് പോകണം. What is he going to do? അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? Oh, I do so many things. ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. I am able to sing in the church. എനിക്ക് സഭയിൽ പാടാൻ കഴിയുന്നുണ്ട്. Brothers are wishing me, they are not able to understand or see anything. എൻ്റെ സഹോദരന്മാർ എന്നെ അഭിവന്ദനം ചെയ്യുന്നൊക്കെയുണ്ട്, അവർക്ക് ഒന്നും മനസ്സിലാക്കാനൊന്നും കഴിയുന്നില്ല. I go home. ഞാൻ വീട്ടിൽ പോകുന്നു. They also think that I am a godly boy. അവരും ചിന്തിക്കുന്നു ഞാൻ ദൈവഭക്തനായിട്ടുള്ള ഒരു, because I open the Bible and read. കാരണം ഞാൻ ബൈബിൾ തുറന്ന് വായിക്കുന്നുണ്ട്. And I obey what they say. അവർ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കുന്നുണ്ട്. But still in your secret where nobody knows, you are going 2 steps testing God. എന്നാൽ രഹസ്യത്തിൽ മറ്റാരും അറിയാത്തയിടത്ത് നിങ്ങൾ വളരെ പതുക്കെ 2 അടി മുമ്പോട്ട് പോയി ദൈവത്തെ പരീക്ഷിക്കുന്നു. Then finally it is exposed. അവസാനം അത് വെളിവാക്കപ്പെടുന്നു. Yeah, either because of your foolishness is exposed or God exposes it. ഒന്നുകിൽ നിങ്ങളുടെ മടയത്തരം കൊണ്ട് അത് വെളിവാക്കപ്പെടുന്നു, അല്ലെങ്കിൽ ദൈവം അതിനെ അനാവൃതമാക്കുന്നു. Or the devil will expose. അല്ലെങ്കിൽ പിശാച് അതിനെ പുറത്തു കൊണ്ടുവരുന്നു. When I was a boy, ഞാൻ ഒരു ചെറിയ ആൺകുട്ടിയായിരുന്ന സമയത്ത് I do some sins. ഞാൻ ചില പാപങ്ങൾ ചെയ്യുമായിരുന്നു. And then one day it is exposed. My dad finds out. ഒരു ദിവസം എൻ്റെ പിതാവ് അത് കണ്ടുപിടിച്ചു. It may be a lie or a stealing. അത് ഒരു നുണ പറയുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഷ്ടിക്കുന്നതോ ആകാം. Then my dad used to say, അതിനുശേഷം എൻ്റെ പിതാവ് പറയുമായിരുന്നു, devil will tell you to do this. പിശാച് നിന്നോട് ഇത് ചെയ്യാൻ പറയും. And the devil will tell me also or tell others that you have done it. പിശാച് തന്നെ നീ അത് ചെയ്തെന്ന് എന്നോടും മറ്റുള്ളവരോടും പറയുകയും ചെയ്യും. That is his tactics. അതാണ് പിശാചിന്റെ തന്ത്രം. So don't trust that fellow. അതുകൊണ്ട് പിശാചിനെ നീ വിശ്വസിക്കരുത്. Nicely will tell you, you go and do, I will take care. You will not know, others will not know. മറ്റാരും അറിയില്ല, നീ പോയി ചെയ്തോ എന്ന് നൈസായിട്ട് പിശാച് പറഞ്ഞു തരും. All the text you delete. എല്ലാ ആ എഴുത്തുകളും ടെക്സ്റ്റ് സന്ദേശങ്ങളും നീ അത് നിനക്ക് ഡിലീറ്റ് ചെയ്ത് കളയാലോ. Or go to incognito mode. അല്ലെങ്കിൽ മറ്റാരും അറിയാത്ത ആ മോഡിൽ നിങ്ങൾക്ക് പോകാമല്ലോ. Do you think it is hidden? Even Google, they know what you are saying, what you are seeing. അത് രഹസ്യമാണെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? ഗൂഗിളിന് നിങ്ങൾ ചെയ്യുന്നതെല്ലാം കാണാൻ കഴിയും. Some record it is there. എവിടെയെങ്കിലും അതിൻ്റെ ഒരു റെക്കോർഡുണ്ട്. But the devil will expose. പിശാച് അതിനെ പുറത്തു കൊണ്ടുവരും. Devil exposes so that you get discouraged and you run away from God. പിശാച് അതിനെ പുറത്തു കൊണ്ടുവരുന്നതിന്റെ കാരണം നിങ്ങൾ നിരാശപ്പെട്ട് ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുന്നതിന് വേണ്ടിയാണ്. You get guilty conscience. നിങ്ങൾ കുറ്റബോധം ഉണ്ടാകുവാൻ വേണ്ടിയാണ്. And you feel bad to take the Bible or to read the Bible or go to the church or meet the brothers. ദൈവവചനം എടുക്കുവാനോ വായിക്കുവാനോ സഭയിൽ പോകുവാനോ സഹോദരന്മാരെ കാണുവാനോ നിങ്ങൾക്ക് ഉത്സാഹമില്ലാതിരിക്കുവാൻ വേണ്ടിയാണ്. That's the purpose of the devil, to expose your sin. അതാണ് നിങ്ങളുടെ പാപങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിന്റെ പിന്നിലുള്ള പിശാചിന്റെ ആഗ്രഹം. But God exposes so that you can repent. എന്നാൽ ദൈവം നിങ്ങളെ ആ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് നിങ്ങൾ മാനസാന്തരപ്പെടേണ്ടത് വേണ്ടിയാണ്. So I told you 4 things. The 20+ group was involved. 20ന്റെ മുകളിലുള്ള ആ കൂട്ടത്തിനുണ്ടായിരുന്ന 4 കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. Because they could not obey God. കാരണം അവർക്ക് ദൈവത്തെ അനുസരിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. They came to the border of the Canaan land. അവര് കനാൻ ദേശത്തിന്റെ അതിര് അറ്റത്ത് വരെ വന്നു. But refused to enter into that. എന്നാൽ അതിൽ പ്രവേശിക്കുവാൻ വിസമ്മതിച്ചു. They became rebellious. അവര് മറുതലിക്കുന്നവരായി തീർന്നു. Took stones to throw at Moses, Joshua and Caleb. മോശയെയും യോശുവനെയും കാലേബിനെയും എറിയുവാൻ കല്ലുകൾ എടുത്തു. What did Moses do? മോശ എന്താണ് ചെയ്തത്? Moses went on to Pharaoh seeking for permission for these people. മോശ ഫറവോന്റെ അടുത്ത് പിന്നെയും പോയി ഈ ആളുകൾക്ക് വേണ്ടി അനുവാദം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. First he goes to Pharaoh. ആദ്യം ഫറവോന്റെ അടുത്ത് പോകുന്നു. People, please wait, I will get permission. All of you, please wait. പ്രിയ ജനങ്ങളെ, നിങ്ങൾ കാത്തിരിക്കുക, ഞാൻ നിങ്ങൾക്ക് അനുവാദം മേടിച്ചു തരാം എന്ന് പറഞ്ഞു. Do you know what the mothers were doing? അവിടെയുള്ള അമ്മമാർ എന്താ ചെയ്തുകൊണ്ടിരുന്നത് അറിയാമോ? All the items they are all packing. അവരുടെ വസ്തുക്കൾ എല്ലാം അവർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. Kitchen items, അടുക്കള ഉപകരണങ്ങൾ. and children are packing. കുട്ടികളും പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. And some people even keep all the bags in the veranda. ചില ആളുകൾ അവരുടെ ബാഗുകളൊക്കെ വരാന്തയിൽ പുറത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. Moses uncle is going to come with the good news. മോശ അങ്കിള്
ഈ നല്ല വാർത്തയുമായിട്ട് വരാൻ പോകുന്നു. We are going to be delivered. നാം വിടുവിക്കപ്പെടുവാൻ പോകുന്നു. But Moses comes. മോശ വരുന്നു. Yeah, we can go. നമുക്ക് പോകാം. But then when they started moving, Pharaoh said, no, 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 I'll come back. അവര് പോകാൻ തുടങ്ങുന്നു. അന്നേരം ഫറവോൻ പറഞ്ഞു, വേണ്ട വേണ്ട, തിരിച്ചു വരിക. What, brother Moses? എന്താ മോശ സഹോദരൻ? What, mama, this uncle is doing like this? എന്താ അമ്മേ ഈ അങ്കിൾ ഇങ്ങനെ ചെയ്യുന്നത്? What did he ask? അവൻ എന്താണ് ചോദിച്ചത്? Is he putting some show? അവൻ വെറുതെ കാണിക്കുവാൻ ചില കാര്യങ്ങൾ ചെയ്യുന്നതാണ്. And some people would have discussed like this. ചില ആളുകൾ ഇങ്ങനെയൊക്കെ തമ്മിൽ പറഞ്ഞു കാണും. No, there's a good understanding between Pharaoh and Moses. He had some deal, some land and all. He said he would give. So he gives permission, but then he takes back the permission. മോശയും ഫറവോനും തമ്മിൽ എന്തോ ഒത്തുകളിയുണ്ട്. എന്തെങ്കിലും ഒരു വസ്തു വല്ലതും കൊടുക്കുമായിരിക്കും. അതുകൊണ്ടാണ് ആദ്യം അനുവദിച്ചിട്ട് പിന്നെ അത് മാറ്റിക്കളയുന്നത്. Then Moses prays to God. വീണ്ടും മോശ ദൈവത്തോട് Why പ്രാർത്ഥിക്കുന്നു. it happened? All the people are angry with me. കർത്താവേ, ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? എല്ലാ ആളുകളും എന്നോട് കോപിച്ചിരിക്കുന്നു. But God says, now you go and ask. ദൈവം പറയുന്നു, ഇപ്പോൾ നീ പോയി ചോദിക്കുക. Now he goes and asks. ഇപ്പോൾ മോശ പോയി ചോദിക്കുന്നു. He tells the people, I have prayed now very well and God is asking me. മോശ ആളുകളോട് പറയുന്നു, ഇപ്പോൾ ഞാൻ ദൈവത്തോട് നന്നായി പ്രാർത്ഥിച്ചു, ദൈവം എന്നോട് വീണ്ടും പോകാൻ പറയുന്നു. He's asking. അവൻ ചോദിക്കുന്നു. Again, his heart is hardened. വീണ്ടും ഫറവോന്റെ ഹൃദയം കഠിനപ്പെടുന്നു. So Moses himself gets doubt. മോശയ്ക്ക് തന്നെ സംശയമായി. And he's asking God. You can read that verse in Exodus 5, 22 and 23 verses. മോശ ദൈവത്തോട് ചോദിക്കുന്നു. അത് വീണ്ടും പുറപ്പാട് 5:23-24 Lord, why did you bring evil upon these people? കർത്താവേ, ഈ ജനത്തിന് ദോഷം വരുത്തിയത് എന്ത്? Why did you send me to Pharaoh? നീ എന്നെ അയച്ചത് എന്ത്? Oh, he is again and again troubling the people. അവൻ ഈ ജനത്തോട് ദോഷം ചെയ്തിരിക്കുന്നു. 9 times he was asking. 9 പ്രാവശ്യം അവൻ ചോദിക്കുന്നു. How much he would have suffered to hear so many talks of the people. ഇത്ര മാത്രം ആളുകളുടെ സംസാരവും ശകാരവും കേൾക്കുവാൻ മാത്രം എത്ര ബുദ്ധിമുട്ടി മോശ. People's sake he asked. ആളുകൾക്ക് വേണ്ടി ആണ് ചോദിച്ചുകൊണ്ടിരുന്നത്. Then the wilderness, so many problems. Moses took risk. He gave his life and took care of the people. മരുഭൂമിയിലും വളരെ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ മോശ റിസ്ക് എടുത്ത് അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു. Now how he is responded by the people? ഇപ്പോൾ അവരെങ്ങനെയാണ് മോശയോട് പ്രതികരിക്കുന്നത്? They took the stones. അവര് കല്ലുകൾ എടുത്തു. Why did you bring out of Egypt? നീ എന്തിനാണ് ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറത്തു You are not a good leader. നീ നല്ല നേതാവല്ല. We want to make some other person as a leader and we want to go back to Egypt. മറ്റാരെങ്കിലും നേതാവാക്കി ഞങ്ങൾക്ക് ഈജിപ്തിലേക്ക് തിരിച്ചു പോകണം. Who are these people? ആരാണ് ഈ ആളുകൾ? 20+ group. 20 മുകളിലുള്ള ആളുകൾ. And among this group some few people might be innocent. We don't know. അങ്ങനെയുള്ളവരിൽ ചിലര് നിഷ്കളങ്കരായിരിക്കാം, നമുക്കറിയില്ല. But majority of the people, God was not pleased. എന്നാൽ ഭൂരിപക്ഷം ആളുകളിലും ദൈവം പ്രസാദിച്ചിരുന്നില്ല. Then you know what another thing they did? അവർ ചെയ്ത മറ്റ് കാര്യം നിങ്ങൾക്കറിയാമോ? It is recorded in Psalm 106 and verse 24. അത് സങ്കീർത്തനം 106:24 പറയുന്നു. Very, very sad verse. വളരെ ദുഃഖകരമായിട്ടുള്ള വാക്കുകൾ. They despised the destination. അവർ ചെന്നെത്തേണ്ട സ്ഥലത്തെ തുച്ഛീകരിച്ചു. The pleasurable land God has promised, they despised. അവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത നല്ല സ്ഥലത്തെ അവര് നിന്ദിച്ചു. Yeah. So what God did? ദൈവം എന്താണ് ചെയ്തത്? Oh, you are despising this land. നിങ്ങൾ ഈ ദേശത്തെ തുച്ഛീകരിക്കുകയാണ്. You will not enter that land. നിങ്ങൾ അതിൽ പ്രവേശിക്കുകയില്ല. I don't want you to enter into some land which you are despising. നിങ്ങൾ നിന്ദിക്കുന്ന ആ ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. So again he sent them back. വീണ്ടും ദൈവം അവരെ Not to Egypt. ഈജിപ്തിലേക്കല്ല. Not to Canaan. കാനാനിലേക്കുമല്ല. But in the wilderness, they are going round and round and round and round. മരുഭൂമിയിൽ അവർ ചുറ്റിക്കൊണ്ടിരുന്നു. You are in the flight. നിങ്ങൾ ഒരു എയറോപ്ലെയിനിലാണ്. And the destination has come. ഇറങ്ങേണ്ട സ്ഥലം വന്നിരിക്കുന്നു. But there was rain or turbulence or something. അവിടെ മഴയോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ട്. And air traffic control says, yeah, you go round and round, round and round, round and round. എയർ ട്രാഫിക് നിയന്ത്രിക്കുന്ന അവര് പറയുന്നു, നിങ്ങൾ ചുറ്റിക്കൊണ്ടിരിക്കുക എന്ന്. So the flight goes round and round. ആ വിമാനം അത് ചുറ്റി കറങ്ങുന്നു. I was once like that. ഒരിക്കൽ ഞാൻ അങ്ങനെയായിരുന്നു. I saw the moon. ഞാൻ ചന്ദ്രനെ കണ്ടു. Again it goes. വീണ്ടും പോകുന്നു. Again I saw the moon. വീണ്ടും ഞാൻ ചന്ദ്രനെ കണ്ടു. Again saw the moon.
വീണ്ടും So many rounds, rounds and rounds. പല പ്രാവശ്യം അങ്ങനെ In ചുറ്റിക്കൊണ്ടിരുന്നു. some flights, ചില ഫ്ലൈറ്റുകളിൽ they give all the food items, whatever want, because they don't want you to murmur and grumble. They give a lot of sandwiches, chicken and chicken balls and Our- food. നിങ്ങൾ അതിന് പരാതിപ്പെടാതിരിക്കേണ്ടതിന് അവര് വളരെയധികം ഭക്ഷണ സാധനങ്ങള്, സാൻഡ്വിച്ച്, ചിക്കൻ ഒക്കെ തന്നുകൊണ്ടിരിക്കും. Red wine, വൈൻ, apple juice, ആപ്പിൾ ജ്യൂസ്, so many items. പല സാധനങ്ങൾ. Air conditioned flight. എയർ കണ്ടീഷൻ ചെയ്ത വിമാനം. Might be you are in the executive. ഒരുപക്ഷെ നിങ്ങൾ Business class. ബിസിനസ് ക്ലാസ്സിലായിരിക്കാം യാത്ര ചെയ്യുന്നത്. And you feel like, why should I get down from this plane? നിങ്ങൾക്ക് ഈ പ്ലെയിനിൽ നിന്ന് എന്തിനാണ് ഞാൻ പുറത്തിറങ്ങുന്നത് വരെ ചിന്തിക്കാം. Yeah, I am getting good food. എനിക്കിവിടെ നല്ല ഭക്ഷണം ലഭിക്കുന്നുണ്ട്. 4 or 5 air hostesses are there serving me. 4 or 5 എയർ ഹോസ്റ്റസുമാര് എന്നെ ശുശ്രൂഷിക്കാനുണ്ട്. I am comfortable. എനിക്കിവിടെ സുഖമാണ്. I don't want the plane to get down. ഈ പ്ലെയിൻ അതിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നില്ല. Who are these people? ഇങ്ങനെയുള്ള ആള് ആരൊക്കെയാണ്? 20 plus. 20 മേളിലുള്ളവർ. Yeah, I am just giving the name. Don't think that all 20 plus are like that. ഞാൻ അതിനൊരു ആ കൂട്ടത്തിന് ഒരു പേര് കൊടുത്തിട്ടേ ഉള്ളൂ. 20 മുകളിലുള്ളവരെല്ലാം അങ്ങനെയാണെന്ന് ചിന്തിക്കരുത്. Yeah, they were going on round and round, round and round. 40 years. അവര് ചുറ്റിക്കൊണ്ട് 40 വർഷം ഇരുന്നു. And they died. അതിനുശേഷം അവർ മരിച്ചു. God allowed them to die. ദൈവം അവരെ മരിക്കുവാൻ Because അനുവദിച്ചു. God did not want any of these people to enter into the promised land. കാരണം അവരിൽ ആരും വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുവാൻ ദൈവം ആഗ്രഹിച്ചിരുന്നില്ല. Yeah, because they did not have faith in God. കാരണം അവർക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. In Egypt, because of the heavy work, they did not listen to Moses. ഈജിപ്തിൽ വളരെ ഭാരമേറിയ ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് മോശയെ അവർ ശ്രദ്ധിച്ചില്ല. In the wilderness, lot of free time. They don't prepare breakfast, they don't prepare tea, coffee or snacks or lunch or dinner, nothing. They don't wash their clothes. Plenty of time. There also they don't want to listen to God. മരുഭൂമിയിൽ അവർക്ക് വളരെയധികം ഒഴിവ് സമയങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് പ്രഭാത ഭക്ഷണമോ ചായയോ കാപ്പിയോ വസ്ത്രം കഴുകുന്നതോ ഒന്നും ആവശ്യമില്ലായിരുന്നു. അവിടെ ഒഴിവ് സമയം ധാരാളം ഉണ്ടായിരുന്ന സമയത്തും അവർ ദൈവത്തെ കേട്ടില്ല. How do we know that they didn't listen to God? അവർ ദൈവത്തെ കേട്ടില്ല എന്നുള്ളത് എങ്ങനെ നമുക്കറിയാം? Hebrews chapter 3. എബ്രായ ലേഖനം 3-ാം അധ്യായം വായിക്കുക. Entire chapter is about this 20 plus group in the wilderness. ആ അധ്യായം മുഴുവൻ ഈ മരുഭൂമിയിലുള്ള 20 മുകളിലുള്ള ആളുകളെ കുറിച്ച് ഉള്ളതാണ്. But one may think God is wasting 40 years of time by allowing the people to go round and round, round and round and round and round. ഒരുപക്ഷെ ആരെങ്കിലും ഇങ്ങനെ ചിന്തിക്കാം, ദൈവം അങ്ങനെയുള്ള ആളുകളെ ചുറ്റി നടന്ന് 40 വർഷം കറങ്ങുവാൻ അനുവദിച്ചത് കൊണ്ട് ദൈവം സമയം പാഴാക്കുകയാണെന്ന്. No, God never wastes even a single moment. ദൈവം ഒരു നിമിഷം പോലും പാഴാക്കുന്നില്ല. He is preparing a younger generation in the wilderness. ആ മരുഭൂമിയിൽ ചെറുപ്പമായിട്ടുള്ള മറ്റൊരു തലമുറയെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. God is working with the 20 minus. ദൈവം 20 താഴോട്ടുള്ള അവരുമായിട്ട് പ്രവർത്തിക്കുക. Young people, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, those who were born in the wilderness. അവർ മരുഭൂമിയിൽ ജനിച്ചവരും ഉണ്ട്. Yeah, see, after crossing the Red Sea, ചെങ്കടൽ കടന്നതിന് ശേഷം ജനിച്ചവർ. Might be 500 children are born, more than that also. ഒരുപക്ഷെ 500 പേര് അല്ലെങ്കിൽ അതിലധികം ഉണ്ടായിരിക്കാം. So they never saw any of the miracles happened in Egypt. 10 plagues they have not seen. അവരാരും ഈജിപ്തിൽ സംഭവിച്ച ആ അത്ഭുതങ്ങൾ 10 ബാധകൾ അവർ കണ്ടിരുന്നില്ല. They have not seen Red Sea split. ചെങ്കടൽ പിളർക്കുന്നത് അവർ കണ്ടിരുന്നില്ല. And daily manna is coming from heaven. എല്ലാ ദിവസവും മന്ന സ്വർഗ്ഗത്തിൽ നിന്ന് വരുന്നു. For them it is not a miracle. അവരെ സംബന്ധിച്ച് അതൊരു അത്ഭുതമായിരുന്നില്ല. Because from the time they are born it is falling down. കാരണം അവർ ജനിച്ചത് മുതൽ അത് വീഴുന്നത് കാണുന്നുണ്ട്. So for them it is a natural thing. അവരെ സംബന്ധിച്ച് അത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. Only for the 20 plus it is a miracle. 20 മുകളിലുള്ളവർക്കാണ് അതൊരു അത്ഭുതമായിരിക്കുന്നത്. So lot of children who are born in the wilderness. ആ മരുഭൂമിയിൽ വെച്ച് ജനിച്ച വളരെയധികം കുഞ്ഞുങ്ങൾ, God is preparing them. ദൈവം അവരെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. In faith, വിശ്വാസത്തിൽ, in obedience, അനുസരണത്തിൽ, in trusting God, ദൈവത്തെ ആശ്രയിക്കുന്നതിൽ, in perseverance, ദീർഘക്ഷമയിൽ, yeah, and with all kinds of odd situations they are able to trust God. അങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും അവര് ദൈവത്തെ ആശ്രയിക്കുന്നു. Brother, don't tell all these things. Where is that in the Bible? ബ്രദർ, ഇതൊന്നും ഞങ്ങളോട് പറയുന്നത് ബൈബിളിൽ എവിടെയാണ്? Yeah, I'll show. ഞാൻ കാണിക്കാം. Read Joshua chapter 24. യോശുവ 24-ാം
അധ്യായം വായിക്കുക. You read 18th verse, 17th verse. 17-18 വാക്യങ്ങൾ വായിക്കുക. Here they say, when we walked in the wilderness, it is God who protected us. അവര് ആ മരുഭൂമിയിൽ ദൈവമാണ് ഞങ്ങളെ സംരക്ഷിച്ചതെന്ന് കാണിക്കുന്നു. 18th verse, we will serve the Lord. 18-ാം വാക്യത്തിൽ ഞങ്ങൾ ദൈവത്തെ സേവിക്കും, He is our God. അവൻ ഞങ്ങളുടെ ദൈവമാണ്. 21st verse, 21-ാം വാക്യം, we will not leave God. ഞങ്ങൾ ദൈവത്തെ വിട്ടുമാറുകയില്ല. See, 20th verse, Joshua is warning them. 20-ാം വാക്യത്തിൽ യോശുവ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. When God has done good things for you, and if you leave God and go and worship strange gods, God will again punish you, is telling. 20-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ സേവിച്ചാൽ മുമ്പേ നിങ്ങൾക്ക് നന്മ ചെയ്തതുപോലെ അവൻ തിരിഞ്ഞ് നിങ്ങൾക്ക് തിന്മ ചെയ്യും, നിങ്ങളെ സംഹരിക്കും. But what does these people say? They reply, 21st verse. അതിന് മറുപടിയായിട്ട് 21-ാം വാക്യത്തിൽ ആളുകൾ എന്താണ് പറഞ്ഞത്? We will serve only our God. ജനം യോശുവയോട്, അല്ല, ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കും. That is the 20 minus group. അതാണ് 20-ൽ താഴെയുള്ള ആ കൂട്ടം. Read 24th verse. 24-ാം വാക്യം വായിക്കുക. All the people looking unto Joshua, they said, യോശുവിലേക്ക് നോക്കുന്ന ആളുകൾ അവർ പറയുന്നു, we will serve our God and we will obey to his voice. ഞങ്ങൾ ദൈവമായ യഹോവയെ ഞങ്ങൾ സേവിക്കും, അവന്റെ വാക്ക് ഞങ്ങൾ അനുസരിക്കും. These are the people. ഇതാണ് ആളുകൾ. But what was the 20 plus people doing? എന്നാൽ 20-ന് മുകളിലുള്ളവർ എന്താണ് They ചെയ്തുകൊണ്ടിരുന്നത്? despise the destination. അവര് അവരുടെ ആ എത്തിച്ചേരേണ്ട സ്ഥലത്തെ നിന്ദിച്ചു. Hey, don't you want to go to the promised land? നിങ്ങൾക്ക് വാഗ്ദത്ത ദേശത്ത് പോകണ്ടയോ? Nothing is nothing. ഇല്ല, ഒന്നുമില്ല. We are happy here. ഞങ്ങൾക്ക് ഇവിടെ സന്തോഷമാണ്. That is despising the destination. അത് അവരുടെ ആ എത്തിച്ചേരേണ്ട സ്ഥലത്തെ നിന്ദിക്കുന്നതാണ്. So God was preparing the young people. It took 20 years, 30 years, 40 years to prepare these young people who can say like this. ദൈവം ഇങ്ങനെ അവിടെയുള്ള ചെറുപ്പക്കാരെ 20 വയസ്സ് 30 വയസ്സുള്ള ചെറുപ്പക്കാരെ തയ്യാറാക്കുകയാണ് ഇങ്ങനെ പറയേണ്ടതിന്. Now we are living in the last days. നാം ഇപ്പോൾ അവസാന നാളുകളിലാണ് ജീവിക്കുന്നത്. There are some people, 20 plus people, who are turning to idol worship and they turn to fornication, moral laws. That group, let it go. ചില 20 മുകളിലുള്ള ആളുകൾ അവര് വിഗ്രഹ ആരാധനയും വ്യഭിചാരവും ധാർമ്മിക അധപ്പതനത്തിലൂടെയൊക്കെ കടന്നു പോവുകയാണ്. അവര് പോകട്ടെ. And these two sins are very obvious sins: fornication and idol worship. ഈ രണ്ട് പാപങ്ങൾ വളരെ പ്രകടമായിട്ടുള്ള പാപങ്ങളാണ്, വ്യഭിചാരവും വിഗ്രഹാരാധനയും. Some people are like that. ചില ആളുകൾ അങ്ങനെയാണ്. Obvious sins. വളരെ പ്രകടമായിട്ടുള്ള പാപം. And other two sins, മറ്റു രണ്ട് പാപങ്ങൾ, they are not very obvious. അത് വളരെ പ്രകടമല്ല. Grumbling, പിറുപിറുക്കുന്നത്, not shouting. അത് ഉച്ചത്തിൽ ഉച്ചവെക്കുന്നതല്ല. Dissatisfaction, ഒരു അതൃപ്തി, grumbling, മുറുമുറുപ്പ്. Why this youth camp and all? എന്തിനാണ് ഈ യൂത്ത് ക്യാമ്പ് ഒക്കെ? 2 days and I could have enjoyed in my home. വീട്ടിൽ എനിക്ക് എൻജോയ് ചെയ്യാമായിരുന്നു. I could have enjoyed with my friends. എന്റെ കൂട്ടുകാരുമൊത്ത് എനിക്ക് ആസ്വദിക്കാമായിരുന്നു. Why here they are bringing? ഇവിടെ എന്തിനാണ് ഞങ്ങളെ കൊണ്ടുവരുന്നത്? I can't tell my dad or mom. ഞാൻ അച്ഛന്റെ അമ്മയോ എന്റെ അപ്പനോടോ അമ്മയോടോ പറയാൻ കഴിയുന്നില്ല. അത് then they will hold my throat. അങ്ങനെയെങ്കിൽ അവരെന്റെ കഴുത്തിന് പിടിക്കും. Okay, let me go. ശരി, പോയേക്കാം. Some of you would have come like that. നിങ്ങൾ ചിലരൊക്കെ അങ്ങനെ ആയിരിക്കാം ഇവിടെ വന്നത്. God wants to speak to you. എന്നാൽ ദൈവം നിങ്ങളോട് സംസാരിക്കാൻ, like these young people tell God, Lord, we want to listen to you. ഈ ചെറുപ്പക്കാരെ പോലെ പറയുക, കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയെ കേൾക്കണം. We want to seek you, Lord. ഞങ്ങൾക്ക് അങ്ങയെ അന്വേഷിക്കണം കർത്താവേ. We don't want to be like the 20 plus group. ഞങ്ങൾക്ക് ആ 20 മുകളിലുള്ള ആളുകളെ പോലെ ആയിരിക്കരുത്. God is preparing a younger generation in this evil world. ദൈവം ഈ ദുഷിച്ച ലോകത്ത് ഒരു ചെറുപ്പമായിട്ടുള്ള തലമുറയെ തയ്യാറാക്കുകയാണ്. That is you. അത് നിങ്ങളാണ്. He is preparing you. അവൻ നിങ്ങളെ തയ്യാറാക്കുകയാണ്. To have faith, വിശ്വാസം ഉണ്ടാകേണ്ടത്, to have obedience, അനുസരണം ഉണ്ടാകേണ്ടത്, to listen to him, ദൈവത്തെ കേൾക്കേണ്ടത്, to have a desire for God, കർത്താവിന് വേണ്ടി ഒരു ആഗ്രഹം a ഉണ്ടാകേണ്ടത്, wholehearted person for God, പൂർണ്ണ ഹൃദയമുള്ള ദൈവത്തിന് വേണ്ടിയുള്ള, so that one day when you stand before God, you don't have any regret. You are happy that you live for the Lord. നിങ്ങൾ ഒരു ദിവസം കർത്താവിന് മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ദുഃഖവുമില്ലാതെ ദൈവത്തിന് വേണ്ടി ജീവിച്ചത് സന്തോഷത്തോടെ. Through your testimony, through your life, many will be attracted to this life. നിങ്ങളുടെ സാക്ഷ്യത്തോടെ, നിങ്ങളുടെ ജീവിതത്തിലൂടെ വളരെയധികം പേര് ഇതിലേക്ക് ആകർഷിക്കപ്പെടും. So the people of Israel in Egypt, for them it is a deliverance.
ഈജിപ്തിലുള്ള ഇസ്രയേലിയരെ സംബന്ധിച്ചും അവർക്ക് ഇതൊരു വിടുതലാണ്. Deliverance from the Egyptians. അവരുടെ കൂട്ടത്തിലുള്ള ഈജിപ്തുകാരിൽ നിന്നുള്ള വിടുതൽ. But what is the purpose of the young people? God is preparing in the wilderness. എന്നാൽ ആ മരുഭൂമിയിൽ ദൈവം തയ്യാറാക്കുന്ന ആ ചെറുപ്പക്കാരുടെ കുറിച്ച് It is not the deliverance. It is to have dominion over the heathen kings. അവരെ സംബന്ധിച്ചും അത് വിടുതൽ അല്ല, അവർക്ക് ആ ജാതീയ രാജാക്കന്മാരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. See the trust God has on the young people. ചെറുപ്പക്കാരുടെ മേൽ ദൈവത്തിനുള്ള ഉണ്ടായിരുന്ന ആ വിശ്വാസം. I want these people to go and overcome all those kings. ഈ ആളുകൾ പോയി ആ രാജാക്കന്മാരെ എല്ലാം ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. The first verse, I want to show that verse to you. ആ വാക്യം നിങ്ങളെ ഞാൻ കാണിക്കാം. Joshua chapter 1 and verse 3. യോശുവ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. Yeah. You are wherever the sole of your foot treads, I will give you. നിങ്ങളുടെ കാൽ വെക്കുന്ന ഇടമെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. What is the meaning of your soul treading the land? നിങ്ങളുടെ ഉള്ളംകാൽ ചവിട്ടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? It's authority. അത് അധികാരമാണ് കാണിക്കുന്നത്. God is giving you the authority. ദൈവം നിങ്ങൾക്ക് അധികാരം നൽകുന്നതാണ്. And read this verse along with Romans 16:20. ഇത് റോമർ 16:20 ചേർത്ത് വെച്ച് വായിക്കുക. Yeah, this is their physical authority they had over the Philistines, Hivites and Canaanites. ഫിലിസ്തീയരും കനാന്യരും ഹീവ്യരും അങ്ങനെയുള്ളവരിൽ മേലുള്ള ഭൗതികമായിട്ടുള്ള ആധിപത്യമാണ് അത് കാണിക്കുന്നത്. Earthly kings, they had authority. ഭൗമികമായിട്ടുള്ള രാജാക്കന്മാരുടെ മേൽ ഉള്ള അധികാരം. Earthly kingdoms, they had to fight and win. ഭൗമികമായിട്ടുള്ള രാജാക്കന്മാരോട് പോരാടി ജയിക്കണം. That is their goal. അതായിരുന്നു അവരുടെ ലക്ഷ്യം. See, in Israel, in Egypt, they were oppressed by the people. ഈജിപ്തില് അവരെ അടിച്ചമർത്തപ്പെട്ടിരിക്കുകയായിരുന്നു. But here in Canaan, they will oppress the other people. എന്നാൽ ഇവിടെ കാനാനിൽ അവർ മറ്റുള്ളവരെ അടിച്ചമർത്തും. And they will tread their feet wherever they go and they will possess that land. അവര് അവരുടെ കാല് ചവിട്ടി എവിടെയൊക്കെ പോകുന്നോ അവർ ആ ദേശം സ്വന്തമാക്കും. That is your calling, my dear young people. അതാണ് നിങ്ങളുടെ വിളി, പ്രിയ ചെറുപ്പക്കാരെ. Yeah. Devil is like a criminal. പിശാച് ഒരു കുറ്റവാളിയെ പോലെയാണ്. You are like a police officer. നിങ്ങൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലെയാണ്. When you go and stand like that, he will run away. നിങ്ങൾ പോയി അവിടെ ചവിട്ടി നിൽക്കുമ്പോൾ അവൻ ഓടിപ്പോകും. Oh, he will find me and he will put me in prison. അവൻ എന്നെ കണ്ടെത്തി ജയിലിൽ അടയ്ക്കുമോ? He will run away. അങ്ങനെ പിശാച് ഓടിപ്പോകും. That's the meaning of the verse. Resist the devil and he will flee from you. അതാണ് പിശാചിനെ എതിർത്ത് നിൽക്കുക, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും എന്നുള്ളതിന്റെ അർത്ഥം. Same way, resist the devil. അതേ രീതിയിൽ പിശാചിനെ എതിർക്കുക. That's a calling God has given you and me. അതാണ് ദൈവം നിങ്ങൾക്കും എനിക്കും തന്നത്. God is preparing the young people to have victory. ദൈവം ചെറുപ്പക്കാർക്ക് ജയം നൽകുവാൻ ആഗ്രഹിക്കുന്നു. And their calling was earthly and our calling is spiritual. അവരുടെ വിളി അത് ഭൗമികമായിരുന്നു, നമ്മളുടെ വിളി ആത്മീകമാണ്. Their calling was to overcome the Philistines, Canaanites, Hivites. അവരുടെ വിളി ഫിലിസ്തീയരെയും കനാന്യരെയും ഹീവ്യരെയും ജയിക്കുവാനായിരുന്നു. Have you seen Dead Sea being split? നിങ്ങൾ ചാവുകടൽ പിളർന്നത് കണ്ടിട്ടുണ്ടോ? No, brother. ഇല്ല സഹോദര. What are you talking? You are going to overcome the kings? എന്താ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? രാജാക്കന്മാരെ ജയിക്കുമെന്ന്. Some people would have discouraged like that. ചില ആളുകൾ അവരെ അത് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി. No, we don't want to see the miracles. വേണ്ട, ഞങ്ങൾക്ക് ഈ അത്ഭുതങ്ങളൊന്നും കാണണ്ട. We want to see all the enemies subdued. ഞങ്ങൾക്ക് എല്ലാ ശത്രുക്കളും തോൽപ്പിക്കപ്പെടുന്നത് കാണണം. That is a calling. അതാണ് വിളി. Yeah. How to make you as warrior? നിങ്ങളെ ഒരു പടയാളിയാക്കുന്നത് എങ്ങനെയാണ്? How to first you have to become a warrior, then only a victor. ആദ്യം നിങ്ങൾ ഒരു പോരാളിയായി തീരണം, അതിനുശേഷമാണ് ജയാളിയാകുന്നത്. If you are not fighting, what is the question of being a victor? നിങ്ങൾ പോരാടുന്നില്ലെങ്കിൽ പിന്നെ ജയാളി എന്നുള്ളത് എന്തിനു വേണ്ടിയാണ്? Some of you may have a name Victor. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ വിക്ടർ എന്ന പേരുണ്ടായിരിക്കും. Are you fighting first? നിങ്ങൾ പോരാടുന്നുണ്ടോ ആദ്യം? There are no enemies, against whom are you going to have victory? ശത്രുക്കൾ ആരുമില്ലെങ്കിൽ ആർക്കെതിരെയാണ് നിങ്ങൾക്ക് ജയമുള്ളത്? God says, if you overcome as I have overcome, you can be seated with me in the throne. കർത്താവ് പറയുന്നത്, ഞാൻ ജയിച്ചതുപോലെ നിങ്ങളും ജയിക്കുകയാണെങ്കിൽ എന്നോടുകൂടെ നിങ്ങൾക്ക് സിംഹാസനത്തിൽ ഇരിക്കാൻ കഴിയും. If you want to overcome, that should be somebody with whom you are fighting. നിങ്ങൾ ജയിക്കണമെങ്കിൽ ആരോടെങ്കിലും നിങ്ങൾ
യുദ്ധം ചെയ്യേണ്ടതുണ്ടായിരിക്കും. Whom do you want to fight with? ആർക്കെതിരെയാണ് നിങ്ങൾ പോരാടേണ്ടത്? A strong person or a weak person? വളരെ ശക്തനായിട്ടുള്ളവനോടാണോ ബലഹീനനായവനോടാണോ? Suppose somebody was admitted in the hospital for dengue fever. ഇങ്ങനെ ചിന്തിക്കുക, ആരോ ഡെങ്കു പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് After ആണ്, that, typhoid. അതിനുശേഷം ടൈഫോയിഡ്. And by the time he got cured malaria, അവൻ എങ്ങനെയോ സൗഖ്യമായി വരുന്ന സമയത്ത് മലേറിയ പിടിച്ചു. all his energy is lost. അവന്റെ എല്ലാ ഊർജവും ചോർന്നു പോയി. Somehow lot of antibiotics, medicine and all, he now is free of infection. എങ്ങനെ മരുന്നുകളും ആന്റിബയോട്ടിക്കുകളും എല്ലാം കൊണ്ട് ഇപ്പോൾ ഇൻഫെക്ഷനിൽ നിന്നും വിടുതൽ പ്രാപിച്ചു. Still he has got the tube. ഇപ്പോഴും അവന്റെ മൂക്കിൽ ട്യൂബ് ഉണ്ട്. Doctor said if you stay here, more hospital bill will come. Now go and take it in the home. ഡോക്ടർ പറയുന്നു, ഇന്ന് നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചാൽ കൂടുതൽ ബില്ല് വരും, അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം എടുത്ത് വീട്ടിൽ പോകും. He is coming out. അവൻ പുറത്തോട്ട് വരികയാണ്. You go and fight with him. നിങ്ങൾ പോയി അവനുമായിട്ട് പോരാടും. You are not yet started fighting, just hold, he falls down. നിങ്ങൾ അവനെ എതിർക്കുന്നതിന് മുമ്പ് തൊട്ട് കഴിഞ്ഞാൽ അവൻ താഴെ വീഴും. Then he say, I am a victor, victory is mine, victory is mine, I have overcome this fellow. ഈ വ്യക്തിയെ ഞാൻ ജയിച്ചു, ഇത് ജയം എന്റേതാണെന്ന് പറയുകയാണെങ്കിൽ even small children know what is it. ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം അതെന്താണെന്ന്. A small boy will say, I could have done that, he is so weak, he is not able to walk, and you say that you defeated him. ഒരു കുഞ്ഞു പോലും പറയും, എനിക്ക് അത് ചെയ്യാൻ കഴിയുമല്ലോ, അവന് നടക്കാൻ പോലും കഴിയാതെ വളരെ ബലഹീനനായിരുന്നു, എന്നിട്ട് അവനെ ജയിച്ചെന്ന് പറയുന്നു. Do you want a victory like that? അങ്ങനെയുള്ള ഒരു ജയമാണോ നിങ്ങൾക്ക് വേണ്ടത്? Who is this person? ഈ വ്യക്തി ആരാണ്? Temptation. അത് പ്രലോഭനം. So you want to fight against very weak temptations and say that you are a victor, or you want to fight against strong temptations and you want to be a victor? നിങ്ങൾക്ക് വളരെ ബലഹീനമായിട്ടുള്ള പരീക്ഷണങ്ങൾ പ്രലോഭനത്തോട് എതിർത്ത് ജയാളി ആകണമോ, അതോ വളരെ ശക്തിയുള്ള പ്രലോഭനങ്ങളെ എതിർത്ത് ജയിക്കണമോ? Think of David. ദാവീദിനെ കുറിച്ച് ചിന്തിക്കുക. Yeah, why we talk about David? ദാവീദിനെ കുറിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത്? Thousands and thousands, no, lakhs and lakhs of people are reading in their school book, David overcome Goliath. ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ സ്കൂളിലെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ദാവീദ് ഗോലിയാത്തിനെ ജയിച്ചു. Because Goliath was a giant. കാരണം ഗോലിയാത്ത് ഒരു മല്ലനായിരുന്നു. He was a threat. അവൻ ഒരു ഭീഷണിയായിരുന്നു. See the spirit of David. ദാവീദിന്റെ ആത്മാവിനെ നോക്കുക. I come in the name of the living God. ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ നാമത്തിൽ വരുന്നു. Yeah, he overcome, he defeated. അവനെ തോൽപ്പിച്ചു. Yeah, that is God's plan for you and me. അതാണ് നിനക്കും എനിക്കും വേണ്ടിയുള്ള ദൈവത്തിന്റെ. Maybe the temptation you are facing is like Goliath. ഒരുപക്ഷെ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രലോഭനം ഗോലിയാത്തിനെ പോലെ ആയിരിക്കാം. Maybe 2 or 3 times you may be defeated. 2 or 3 പ്രാവശ്യം നിങ്ങൾ തോറ്റുപോയിരിക്കാം. But tell like Nehemiah. എന്നാൽ നെഹെമ്യാവിനെ പോലെ പറയുക, Will a man like me will flee? എന്നെ പോലെയുള്ള ഒരാൾ ഓടിപ്പോകും. No, God is with me. ഇല്ല, ദൈവം എന്റെ കൂടെയുണ്ട്. I will again fight. ഞാൻ വീണ്ടും യുദ്ധം ചെയ്യും. As long as I fight, I am getting stronger. ഞാൻ പോരാടുന്നിടത്തോളം ഞാൻ ശക്തി My പ്രാപിക്കുക. muscles are getting stronger. എന്റെ മസിലുകൾ ശക്തി പ്രാപിക്കുന്നു. That's God's purpose. അതാണ് ദൈവത്തിന്റെ പദ്ധതി. Where is it, brother? എവിടെയാണ് അത് സഹോദര? Yeah, I'll show you. ഞാൻ നിങ്ങളെ കാണിക്കാം. Turn to Judges chapter 3. അത് ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് തിരിക. Judges chapter 3 ന്യായാധിപന്മാർ 3 and verses 1 and 2. അതിന്റെ 1-2 വാക്യങ്ങൾ. I'll just read that. ഞാനത് വായിക്കാം. Judges chapter 3. It's a very, very important verse for all the young people. അത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. The young people, 20 minus. 20 താഴെയുള്ള. Now these are nations which the Lord left to test Israel by them. That is, all who had not experienced any of the wars of Canaan, only in order that the generations of the sons of Israel might be taught war, those who had not experienced it formerly. So the third verse, Lord has left 5 kings, Philistines, Canaanites, Sidonians, Hivites, who lived in Mount Lebanon, on Mount Baal Hermon, as far as Lebo Hamath. 2-3 വാക്യങ്ങളിൽ യുദ്ധം അറിഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളുടെ തലമുറകളെ യുദ്ധം അഭ്യസിപ്പിക്കേണ്ടതിനുമായി യഹോവ വെച്ചിരുന്ന ജാതികളാണിത്. ഫെലിസ്ത്യരുടെ 5 പ്രഭുക്കന്മാരും എല്ലാ കനാന്യരും സീദോനിയരും ബാൽ ഹെർമോൻ പർവ്വതം മുതൽ ഹമാത്തിലേക്കുള്ള പ്രവേശനം വരെ ലെബനോൻ പർവ്വതത്തിൽ പാർത്തിരുന്ന ഹിബീരും തന്നെ. See, God purposefully left 5 kings for young people. 5 രാജാക്കന്മാരെ ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെ ചെറുപ്പക്കാർക്ക് വേണ്ടി അവിടെ വെച്ചു. Because God wants to train you. കാരണം ദൈവം അവരെ അഭ്യസിപ്പിക്കേണ്ടതുണ്ട്. Yeah, sometimes you cannot go and hit human beings. നിങ്ങൾക്ക് പോയി മനുഷ്യരെ അടിക്കുവാൻ So sometimes they fill
bag with sand അതിനുവേണ്ടി അവര് ചാക്ക് മണൽ നിറച്ചു വെക്കും. and they will tie from there. അത് ഒരു മുകളിൽ കെട്ടിത്തൂക്കിയിടും. It will be hanging. അതിങ്ങനെ And തൂങ്ങിക്കിടക്കുകയായിരുന്നു. they will go and hit it. അവര് Boxing. അവര് ബോക്സിങ്ങിന് പോലെ അതിന് പോയി ഇടിക്കും. Practice. അങ്ങനെ അവര് അഭ്യസിക്കും. So God did not put a sandbag. God left 5 kings there. ദൈവം അങ്ങനെ മണൽ നിറച്ച ചാക്കല്ല വെച്ചത്, 5 രാജാക്കന്മാരെ വെച്ചു. Why God allowed these enemies to be here? Is not God loving me? ദൈവം എന്തുകൊണ്ടാണ് ഈ ശത്രുക്കളെ ഇവിടെ വെച്ചത്? ദൈവം ഞങ്ങളെ സ്നേഹിക്കുന്നില്ലേ? Those who do not know the mind of God will tell like that. ദൈവത്തിന്റെ മനസ്സറിയാത്ത ആളുകൾ അങ്ങനെ പറയും. Why so many temptations in this college or in this school for me? It is big, too big. എന്തുകൊണ്ടാണ് ഈ സ്കൂളിലും കോളേജിലും ഒക്കെ ഇത്രമാത്രം പ്രലോഭനങ്ങൾ എനിക്കുള്ളത്? അത് വളരെ കഠിനമാണ്. God trusts you more. That's why He is giving you strong enemies to give you training. ദൈവം നിങ്ങളെ അത്രയധികം വിശ്വസിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ശക്തരായിട്ടുള്ള ശത്രുക്കളെ നിങ്ങളെ അഭ്യസിപ്പിക്കേണ്ടതിന് നൽകുന്നത്. Subhanshu, somebody went to space from India. ഇന്ത്യയിൽ നിന്നും സുഭാൻഷു എന്ന വ്യക്തി ബഹിരാകാശത്തേക്ക് പോയല്ലോ. Yeah, we all see the photo and smiling and all. But how much hard training he would have underwent. നാം അതിന്റെ ഫോട്ടോയും അദ്ദേഹം ചിരിക്കുന്നതൊക്കെ ആയിട്ട് കാണുന്നത്. എന്നാൽ എത്ര കഠിനമായിട്ടുള്ള പരിശീലനമാണ് അതിനുവേണ്ടി അദ്ദേഹം കടന്നുപോയത്. Tough training. വളരെ കഠിനമായിട്ടുള്ള പരിശീലനം. Yeah, they would have made him to stand upside down. അദ്ദേഹം തലകീഴായി നിൽക്കാനായിട്ട് 2 hours, 3 hours. 2-3 മണിക്കൂറൊക്കെ. And any change in the body. ശരീരത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? Not giving strong food. നല്ല ശക്തിയുള്ള small tablets, 1 tablet per day. ഒരു ഗുളിക ഒരു ദിവസം അങ്ങനെ They give the training to the body. ശരീരത്തിന് അങ്ങനെയുള്ള പരിശീലനം നൽകും. Because in satellite you don't get biryani and chicken. കാരണം സാറ്റലൈറ്റില് ഉപഗ്രഹത്തിൽ നിങ്ങൾക്ക് ബിരിയാണിയോ കോഴിക്കറിയോ ഒന്നും കിട്ടുകയില്ല. You don't have dum biryani and stove, furnace and all, fire stove. ദം ബിരിയാണിയോ അടുപ്പോ ഒന്നും അവിടെ ഉണ്ടാവില്ല. No hotels. അവിടെ ഹോട്ടലുകളൊന്നുമില്ല. They have to substitute a little bit of tablets. ചെറിയ ഗുളികകൾ കൊണ്ട് നിങ്ങൾ കഴിച്ചു കൂട്ടണം. For the tough training, whoever passes, they go to the Skylab. They go to the IS, International Space Station. അതിനുവേണ്ടി കഠിനമായ പരിശീലനം അത് ജയിക്കുന്നവർ അവര് ആ ബഹിരാകാശ നിലയത്തിൽ പോവും. But if you are going in the passenger train or small bus or car, you don't need for training like that. എന്നാൽ നിങ്ങൾ ഒരു പാസഞ്ചർ ട്രെയിനിലോ ബസ്സിലോ കാറിലോ ഒക്കെ പോകാനായിട്ട് ഇങ്ങനെയുള്ള പരിശീലനം ഒന്നും ആവശ്യമില്ല. In our days, we used to go in the bullock cart. ഞങ്ങളുടെ സമയത്ത് ഞങ്ങൾ കാളവണ്ടിയിൽ പോകുമായിരുന്നു. No need for any skill. ഒരു അതിന് പ്രത്യേക കഴിവുകളൊന്നും വേണ്ട. Maximum it will go 5 km/h speed. ഏറ്റവും കൂടി പോയ 5 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ പോകുന്ന ആ സ്പീഡിലായിരിക്കും. Yeah, no skill is required. അതിനുവേണ്ടി ഒരു കഴിവും വേണ്ട. But if you want to go in the high satellite or the space station, എന്നാൽ നിങ്ങൾക്ക് ആ ബഹിരാകാശ നിലയത്തിലോ ഉപഗ്രഹത്തിലോ ഒക്കെ യാത്ര ചെയ്യേണ്ടതുണ്ടെങ്കിൽ tough training. വളരെ കഠിനമായ പരിശീലനം. So God left 5 kings and people, armies. ദൈവം 5 രാജാക്കന്മാരെയും അവരുടെ സൈന്യത്തെയും അവിടെ വെച്ചു. See, one angel is taking the list to God. ഒരു ദൂതൻ അവരുടെ പട്ടിക ദൈവത്തിന് കാണിക്കുന്നു. 20 kings are there. 20 രാജാക്കന്മാരുണ്ട്. 20 kingdoms are there. 20 രാജ്യങ്ങൾ. And angel is asking, for giving training, who are the 5 kings you are choosing, God? പരിശീലനം നൽകേണ്ടതിന് ഇതിൽ 20 രാജാക്കന്മാരിൽ ആരൊക്കെയാണ് തിരഞ്ഞെടുക്കുന്നത്? 5 രാജാക്കന്മാരെ തിരഞ്ഞെടുക്കുന്നത് കർത്താവേ. Now think in your mind, tell me whether God would have selected the first 5 strong kings or the weak 5 kings to give training. പരിശീലനം നൽകുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചിട്ട് പറയുക, ദൈവം അതിന്റെ അകത്തെ ഏറ്റവും ശക്തരായിട്ടുള്ള 5 പേരെ ആയിരിക്കുമോ അതോ ബലഹീനരായിട്ടുള്ള 5 പേരെ ആയിരിക്കുമോ തിരഞ്ഞെടുക്കുന്നത്? Tell me, first 5 or last 5? ഏറ്റവും ശക്തരായിട്ടുള്ള 5 പേരെയാണോ അതോ ശക്തിയിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന 5 പേരെയാണോ? Or I'll ask this way, will God select 5 people from the hospital who just got recovered or really strong kings? ഇങ്ങനെ ഞാൻ ചോദിക്കാം, ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പം സുഖമായി പുറത്തു വന്ന ആളുകളെ ആണോ അതോ ശരിക്കും ശക്തരായിട്ടുള്ള 5 രാജാക്കന്മാരെയാണോ തിരഞ്ഞെടുക്കുന്നത്? I believe God would have selected strong kings so that they can be trained to be warriors. ഞാൻ വിശ്വസിക്കുന്നത് ദൈവം ശക്തരായിട്ടുള്ളവരെയാണ് തിരഞ്ഞെടുക്കുന്നത്, കാരണം അവര് പോരാളികളായിട്ട് പരിശീലനം ലഭിക്കേണ്ടതിന്. And when these 20+ people are going into the land of Canaan, 20 മുകളിലുള്ള ആളുകൾ കനാൻ ദേശത്തേക്ക് പോകുമ്പോൾ, I was telling you the second phase, wilderness. ഞാൻ രണ്ടാമത്തെ ഘട്ടത്തെ കുറിച്ച് പറയുകയായിരുന്നല്ലോ, and മരുഭൂമി. Third phase is Canaan, land of Canaan.
മൂന്നാമത്തെ ഘട്ടം അത് കനാൻ ദേശമാണ്. You know how God told him? ദൈവം എങ്ങനെയാണ് അത് Read the പറഞ്ഞത്? first chapter of Joshua. യോശുവയുടെ ആദ്യത്തെ അധ്യായം വായിക്കുക. First chapter. ഒന്നാമത്തെ യോശുവയുടെ What is- ആദ്യത്തെ അധ്യായം. What is God's instruction? ദൈവത്തിന്റെ നിർദ്ദേശം എന്താണ്? What is God's specific instruction for Joshua or the people who are entering into Canaan? യോശുവയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കനാനിൽ പ്രവേശിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ എന്തായിരുന്നു? Yeah, be strong and courageous. ധൈര്യവും ശക്തിയുള്ളവരായിരിക്കുക. Same thing God is telling you. ഇതേ കാര്യം നിങ്ങളോടും പറയുന്നു. So many temptations may come. പല പ്രലോഭനങ്ങൾ വന്നേക്കാം. God has selected strong temptations for you so that we can really become spiritually strong. ദൈവം വളരെ കഠിനമായിട്ടുള്ള പ്രലോഭനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുക. നിങ്ങൾ ആത്മീയമായിട്ട് വളരെ ശക്തി പ്രാപിക്കേണ്ടത്. How to be strong and courageous? എങ്ങനെയാണ് ശക്തിയും ധൈര്യമുള്ളവരായിരിക്കും? Answer is in the 7th verse. അതിന്റെ ഉത്തരം 7-ാം വാക്യത്തിൽ. Be careful to do according to all the law which Moses my servant commanded you. എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണം ഒക്കെയും അനുസരിച്ച് നടക്കുക. Don't turn right or left. അതിൽ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. That is, obey the word of God. അതിന്റെ അർത്ഥം ദൈവവചനം Then അനുസരിക്കുക. you will have success. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ജയമുണ്ടാകും. You take time and read Joshua chapter 1. നിങ്ങൾ സമയമെടുത്ത് യോശുവ 1-ാം അധ്യായം വായിക്കുക. Maybe tonight when you go to bed, ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ നിങ്ങൾ കിടക്കാൻ God പോകുമ്പോൾ wants them to have the word of God ദൈവം അവർക്ക് ദൈവവചനം ഉണ്ടായിരിക്കുവാൻ ആഗ്രഹിച്ചു. so that you can become strong to face temptations. അങ്ങനെ പ്രലോഭനങ്ങളെ അഭിമുഖീകരിക്കുവാൻ ശക്തിയുള്ളവരായിരിക്കും. Number 2, രണ്ടാമത്തെ കാര്യം we read in 3rd chapter, നാം 3-ാം അധ്യായത്തിൽ വായിക്കുന്നു. 6th verse. 6-ാം വാക്യം. Take up the ark of the covenant and put it on the shoulders of the people. പുരോഹിതന്മാർ നിങ്ങൾ നിയമപെട്ടകം എടുത്ത് ജനത്തിന് മുമ്പായി അക്കരെ കടക്കുവിൻ. What is this ark of the covenant? ഈ നിയമപെട്ടകം എന്താണ്? That is the presence of God. അത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. Wherever this ark was there, blessings of God was there. ഈ നിയമപെട്ടകം എവിടെയൊക്കെ ഉണ്ടോ അവിടെ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. So having the presence of God, it will make you strong. ദൈവത്തിന്റെ സാന്നിധ്യം അത് നിങ്ങളെ ശക്തരാക്കും. Yeah, Lord, I need your presence. കർത്താവേ നിന്റെ സാന്നിധ്യം എനിക്ക് വേണം. Sometimes they play some songs. ചിലപ്പോൾ അവരൊരു പാട്ട് പാടും. I also become emotional. ഞാനും അവിടെ വൈകാരികമായി പോകും. I think that is the presence of God. ഞാൻ ചിന്തിക്കും അത് ദൈവത്തിന്റെ സാന്നിധ്യമാണെന്ന്. No, അല്ല, that is our emotions. അത് നമ്മുടെ വികാരങ്ങൾ മാത്രമാണ്. Music has got so much power. സംഗീതത്തിന് വളരെ ശക്തിയുണ്ട്. But how to have the presence of God? എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം John എങ്ങനെയാണ്? 8:29. യോഹന്നാൻ 8:29. Yeah, I please God. Jesus says, I please God. I do everything to please God. യേശു പറയുന്നു ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഞാൻ എല്ലാം ചെയ്യുന്നു. So the Father is always with me. He will not leave me. പിതാവ് എപ്പോഴും എന്റെ കൂടെ എന്നെ വിട്ടുമാറാതിരിക്കേണ്ടത്. I'll read that verse. ഞാൻ ആ വാക്യം വായിക്കാം. 8:29. യോഹന്നാൻ 8:29. He has not left me alone. I always do the things that are pleasing to him. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. God was not with Jesus just because Jesus was the Son of God. യേശു ദൈവപുത്രനായതുകൊണ്ട് മാത്രമല്ല ദൈവം യേശുവിനോട് കൂടെ The ഉണ്ടായിരുന്നു. mighty presence of God was with Jesus because Jesus always did that pleased God. ദൈവത്തിന്റെ ശക്തമായിട്ടുള്ള സാന്നിധ്യം എപ്പോഴും യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നതിന്റെ കാരണം യേശു ദൈവത്തിന് പ്രസാദമുള്ളത് He is my എപ്പോഴും beloved Son in ചെയ്യുന്നുണ്ട്. whom I am well pleased. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. Yeah. How can I please God? എങ്ങനെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എനിക്ക് കഴിയുന്നത്? Hebrews chapter 3. എബ്രായർ 3. Listening to God. ദൈവത്തെ കേട്ടുകൊണ്ട്. When you listen to the word of God, don't harden your heart. ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. Oh, this is not required. ഇത് ആവശ്യമില്ല. This is not possible. ഇതൊന്നും സാധ്യമല്ല. This is not for me. ഇതൊന്നും എനിക്ക് വേണ്ടിയുള്ളതല്ല. These are some of the ways to make your heart hard. ഇതെല്ലാം നിങ്ങളുടെ എന്റെ ഹൃദയത്തെ കഠിനമാക്കാനുള്ള കാര്യങ്ങളാണ്. Yeah. So the people of Israel in Egypt, deliverance, but those who are entering 20 minus young people, it is dominion, എന്നാൽ victory. അത് ഈജിപ്തിൽ നിന്നും പുറത്തു വരുന്ന ആളുകൾ അവരെ സംബന്ധിച്ചും അത് വിടുതലാണ്. എന്നാൽ 20 താഴെയുള്ള ആളുകൾ അവർ കാനാനിൽ പ്രവേശിച്ചത് അധികാരമാണ്, So വിജയമാണ്. don't despise the destination. അതുകൊണ്ട് ലക്ഷ്യസ്ഥാനത്തെ നിങ്ങൾ തുച്ഛീകരിക്കുക. Lord, I value the destination. കർത്താവേ ഞാൻ എന്റെ ലക്ഷ്യസ്ഥാനത്തെ വിലമതിക്കുന്നു. I want to go to the promised land, Lord. എനിക്ക് വാഗ്ദത്ത ദേശത്ത് പോകണം കർത്താവേ. Yeah, in the promised land, you need the presence of God. You need the word of God.
And you need the priest, those who teach you the ways of God. വാഗ്ദത്ത ദേശത്ത് എത്തേണ്ടതിന് നിങ്ങൾക്ക് ദൈവവചനം ആവശ്യമാണ്, ദൈവത്തിന്റെ സാന്നിധ്യം ആവശ്യമാണ്, ദൈവവചനം നിങ്ങളെ പഠിപ്പിക്കുന്ന പുരോഹിതന്മാർ ആവശ്യമാണ്. And the fourth thing, നാലാമത്തെ കാര്യം your commitment. നിങ്ങളുടെ സമർപ്പണം. We read in the last chapter, Joshua. യോശുവയുടെ അവസാനത്തെ അധ്യായത്തിൽ നാം വായിച്ചു. Joshua is testing their commitment. യോശുവ അവരുടെ സമർപ്പണത്തെ പരീക്ഷിക്കുകയാണ്. If God is God, you serve him, otherwise you serve Baal. ദൈവമാണ് ദൈവമെങ്കിൽ ദൈവത്തെ സേവിക്കുക, യഹോവയാണ് ദൈവമെങ്കിൽ ദൈവത്തെ സേവിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ബാലിനെ സേവിക്കുക. They said, no Lord, no Joshua, we will serve only our God. അപ്പോൾ അവര് പറയുന്നു, ഇല്ല യോശുവ, ഞങ്ങളുടെ ദൈവത്തെ മാത്രമേ We will സേവിക്കൂ. hear what he says. ഞങ്ങൾ അവൻ പറയുന്നത് കേൾക്കും, We will obey. ഞങ്ങൾ അനുസരിക്കും. So I want to place before you these four things. ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. The word of God. ദൈവവചനം. Word of God is spirit and life. ദൈവവചനം ആത്മാവും ജീവനുമാണ്. And the presence of God. ദൈവത്തിന്റെ സാന്നിധ്യം. When you have the presence of God, you need not be afraid of anything. നിങ്ങൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളപ്പോൾ നിങ്ങൾ മറ്റൊന്നും ഭയക്കേണ്ടതില്ല. And you need the priest, godly people who teach you the ways of God. നിങ്ങൾക്ക് പുരോഹിതന്മാർ, ദൈവഭക്തരായിട്ടുള്ള ആളുകൾ ദൈവത്തിന്റെ വഴികളെ നിങ്ങളെ പഠിപ്പിക്കുന്നവരെ ആവശ്യമുണ്ട്. Respect, honor godly elders and godly brothers. അവരെ ബഹുമാനിക്കുകയും വിലമതിക്കുകയും ചെയ്യുക ദൈവഭക്തരായിട്ടുള്ള സഹോദരന്മാരെയും മൂപ്പന്മാരെയും. And finally say, Lord, you have written everything in the agreement, I also sign. അവസാനം പറയുന്നു, കർത്താവേ, അങ്ങ് ആ എഗ്രിമെന്റിൽ എല്ലാ കാര്യങ്ങളും എഴുതിയിരിക്കുന്നു, ഞാനും അതിനെ ഒപ്പുവെക്കുന്നു. I don't want to be the 20+ people, Lord, who backslid. പിന്മാറിപ്പോയ 20 മുകളിലുള്ള ആളുകളെ പോലെ ഞാൻ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല Who കർത്താവേ. died in the wilderness മരുഭൂമിയിൽ മരിച്ചുപോയവർ, because they despised their destination. കാരണം അവർ ലക്ഷ്യസ്ഥാനത്തെ തുച്ഛീകരിച്ചതുകൊണ്ട് I want to honor the destination. എനിക്ക് ലക്ഷ്യസ്ഥാനത്തെ ബഹുമാനിക്കണം. You have called me to fight and get victory. അങ്ങനെ എന്നെ വിളിച്ചത് പോരാടി ജയം പ്രാപിക്കുവാൻ വേണ്ടിയാണ്. Like Caleb said, yeah, give me this land, I will fight against the giants, I will get victory. കാലേബ് പറഞ്ഞതുപോലെ, ഈ ദേശം എനിക്ക് തരിക, അവിടെയുള്ള മല്ലന്മാർക്കെതിരെ ഞാൻ പോരാടി ജയിക്കും. Shall we close our eyes and pray to God? നമുക്ക് കണ്ണുകളടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. God is preparing young people to have victory. ദൈവം ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ ജയം പ്രാപിക്കേണ്ടതിന് തയ്യാറാക്കുകയാണ്. Temptations may be strong. പരീക്ഷകൾ ശക്തമായിരിക്കാം. Maybe you fall many times. ഒരുപക്ഷെ നിങ്ങൾ പലവട്ടം വീണുപോകാം. Don't lose heart. എന്നാൽ നിരാശപ്പെടരുത്. Keep on fighting. പോരാടിക്കൊണ്ടേയിരിക്കുക. You will become strong. നിങ്ങൾ ശക്തരായി തീരും. Yeah. The God of peace shall crush Satan under your feet. സമാധാനത്തിന്റെ ദൈവം പിശാചിനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. Yeah. Our dear Heavenly Father, we thank you for all the young people, Lord. ഞങ്ങളുടെ പ്രിയ സ്വർഗീയ പിതാവിന് നന്ദി പറയുന്നു. Thank you, Lord, for preparing them for the days to come. വരുവാനുള്ള നാളുകൾക്ക് വേണ്ടി അവരെ തയ്യാറാക്കുന്നതിന് നന്ദി പറയുന്നു പിതാവേ. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ ആമേൻ.